EVM ഹാക്കിംഗ് പരാതിയിൽ അന്വേഷണമില്ല എന്താണ് പുതിയ അപ്ഡേറ്റ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് തുടർ നടപടികൾ ഇല്ലാത്തത്. പരാതി ഇതുവരെ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടില്ല. അതേസമയം വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് ആരോപണത്തിൽ ആഭ്യന്തരമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരിച്ചു. പരാതി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് MP ഹോം മിനിസ്റ്റർക്ക് പരാതി കൈമാറുകയാണ്. വടകര കാഫിർ വിവാദം പോലെ ഇതിൻ്റെ സമഗ്ര വശങ്ങളും അന്വേഷിക്കണം. ഇത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണെങ്കിൽ ആരോപണം മാധ്യമങ്ങൾ കൊടുത്തവരെ പിടിക്കണം. ഇത് ശരിയാണെങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. നമ്മൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഈ ഹാക്ക് ചെയ്യുന്നതിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭണം രാഹുൽ ഗാന്ധി നയിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗൗരവമായി ഈ വിഷയം അന്വേഷിക്കണമെന്ന് ഞാൻ ഹോം മിനിസ്റ്റർക്ക് പരാതി കൊടുക്കും. ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തിട്ട് പല മണ്ഡലങ്ങളിലും വിജയിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ ആ പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അത് അക്ഷന്തവ്യമായ അപരാധമാണെന്ന് മാത്രമല്ല, അതൊരു ക്രിമിനൽ ഒഫൻസ് കൂടിയാണ്. ആ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു പ്രക്രിയയായിട്ടാണ് ഈ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യുന്നതിനെ ഞാനൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ കാസർഗോട്ട് ഹോം മിനിസ്റ്റർ വന്നപ്പോൾ നിങ്ങളെ എല്ലാം സാക്ഷി നിർത്തിയിട്ടാണ് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. ആ അപേക്ഷ അദ്ദേഹം സ്വീകരിച്ചു. മാത്രമല്ല, അദ്ദേഹം പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണത്തിന് ഉത്തരവിടാം എന്ന് പറഞ്ഞു. ചില ആളുകളുടെ വളർച്ചയെ തടയാൻ വേണ്ടി ചില ആളുകൾ ബോധപൂർവമായി കെട്ടിച്ചമച്ചൊരു കഥയായിക്കൂടാ എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആരോപണത്തിന് അടിസ്ഥാനമുണ്ടെങ്കിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ആരോപണം അടിസ്ഥാനരഹിതമാണെങ്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച ആരാണോ അവനെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഈ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യുന്നവനെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഹോം മിനിസ്റ്റർക്കില്ല, ഗവൺമെന്റില്ല. അതുകൊണ്ട് ഗവൺമെന്റ് അതിനെതിരാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കും. സാരംഗ് സുരേഷാണ് വിവരങ്ങളുമായി കാസർഗോഡ്. സാരംഗ്, ഇപ്പോൾ ഉണ്ണിത്താൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങളിലുള്ളത്. ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ചെയ്താൽ അപ്പോൾ അങ്ങനെ ചെയ്തുവെന്ന ആരോപണം ഉണ്ണിത്താൻ തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. അതേസമയം അതിൽ കഴമ്പില്ല എന്ന പ്രതികരണം നേരത്തെ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് വന്നു. കാസർഗോട്ടെ കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയ പോര് അത് ആഭ്യന്തരമന്ത്രിയെ പ്രതിസന്ധിയിലാക്കുകയാണോ? രതീഷ്, ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 23-ാം തീയതിയാണ് EVM ഹാക്ക് ചെയ്യാമെന്നുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം ഉടലെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് പണമടക്കം നൽകിയിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതും നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതും ആദ്യഘട്ടത്തിലെ ആ വാർത്തയുമായി വാർത്തയെ പ്രതിരോധിക്കാനും പ്രതികരണങ്ങൾ തരാതിരിക്കാനുമായിരുന്നു ജില്ലയിലെ UDF നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ ആദ്യമായി ഈ ഒരു വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തിയത് കാസർഗോഡ് MP കൂടിയായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനാണ്. തൊട്ടടുത്ത ദിവസം ജില്ലയിലെത്തുന്ന ആഭ്യന്തരമന്ത്രിക്ക് താൻ നേരിട്ട് നിവേദനം നൽകും, അത് നിങ്ങളുടെ മുൻപിൽ വെച്ചായിരിക്കുമെന്നടക്കം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ആഭ്യന്തരമന്ത്രി കാസർഗോഡ് DCCയിൽ വെച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വെച്ച് പരസ്യമായി അദ്ദേഹത്തിന്റെ നിലപാട് പറയുകയും അതോടൊപ്പം തന്നെ നിവേദനം ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ആ സംഭവം നടന്ന ഒരാഴ്ച പിന്നിട്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.